ബ്യൂട്ടിഫുൾ സോൾസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ്ങോ ഹീലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് റീഡിങ്ങുമാണ്. ഇത് നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരുന്ന ഒരു സമയത്ത് നിങ്ങൾ വളരെ സീരിയസും അതുപോലെ തന്നെ അത്രയ്ക്ക് സ്ട്രോങ്ങുമായിട്ടുള്ളൊരു ഇഷ്ടമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. അവിടെ വളരെ സൈലൻസും അതുപോലെ തന്നെ മറ്റൊരാൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയും അത്ര ഡെപ്തിൽ അത്രയും ആഴമുണ്ടാകുന്ന ഒരു ബന്ധമാണ്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരും തമ്മിൽ പറയാൻ പോലും എന്താ പറയുക, പറയാതെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു, അതായത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ വേർഡ്സും കാര്യങ്ങളൊന്നും പറയണ്ട, നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഒരു മനസ്സിലാവുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു റിലേഷൻ ആയിരുന്നു ഇത്. ആ ഒരു ബന്ധത്തിന് പതുക്കെ പതുക്കെ എന്താണ് ഒരു ഡിസ്റ്റൻസ് വളരാൻ തുടങ്ങി. ഒരാൾക്ക് ഉള്ളിൽ ഒരു ഫയർ പോലെ, അതല്ലെങ്കിൽ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ട് എന്തോ ഒരു വല്ലാത്തൊരു എനർജി, അങ്ങനത്തെ ഒരു എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫീലിങ്സ് എല്ലാം എക്സ്പ്രസ് പെട്ടെന്ന് ചെയ്യണം, മുന്നോട്ട് ഈ ബന്ധം എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം, വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെയൊക്കെ തരത്തിലുള്ളൊരു എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങി. പോലും നിങ്ങൾ അത് വളരെ കാമായിട്ടും അതുപോലെ തന്നെ വളരെ ക്വയറ്റായിട്ടും നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരാൾ ആ ഒരു റിലേഷൻഷിപ്പിനെ അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. ഇങ്ങനത്തെ ഒരു രണ്ട് എനർജി വന്നത്, അതായത് ഒരാൾക്ക് ഭയങ്കര ഡെപ്തിൽ വേണമെന്നും ഒരാൾക്ക് എന്തോ എന്നില്ലാത്ത തരത്തിലൊരു നീറ്റിലും പുകച്ചിലും ഒക്കെ ഉള്ളിൽ അനുഭവപ്പെടുത്തും. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ഒരു എനർജി വന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടാവുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനും ഇവിടെ ഒരു തുടക്കം ശരിക്കും പറഞ്ഞാൽ ഉണ്ടായി. അപ്പോൾ അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഇടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഫസ്റ്റ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ. ഒരു ടൈമിൽ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്നു ഈ ഒരു ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് വളർന്ന് നല്ല രീതിയിൽ നല്ല സ്റ്റേബിളായിട്ട് വളരെ സന്തോഷത്തോടും വളരെ പ്രതീക്ഷയോടും കൂടെ പോകുമെന്ന് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ തന്നെയാണ് നിങ്ങൾ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ പ്ലാൻസ്, അതുപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ, പിന്നെ നിങ്ങൾ അങ്ങനെയുള്ള ജീവിതങ്ങളൊക്കെ നിങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങിയിരുന്നു. പ്രാക്ടിക്കൽ ലൈഫിലോട്ട് കുറെ കൂടെ നിങ്ങൾ അടുക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഈഗോ ക്ലാഷസ്, പിന്നെ ടൈമിങ് ഇഷ്യൂസ്, അതായത് നിങ്ങൾ ചിലപ്പോൾ രണ്ടുപേർക്കും ഒരേ ടൈമിന് ഫ്രീ ആകാൻ പറ്റില്ല, ചിലപ്പോൾ വിളിക്കുമ്പോൾ ബിസി, അങ്ങനെയുള്ള തരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ പതുക്കെ പതുക്കെ വരാൻ തുടങ്ങി. ഇതിനൊക്കെ ചെറിയ കാര്യങ്ങൾ, ഇപ്പം ഇത് തന്നെ ആവണമെന്നില്ല, നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ട് ചെറിയ ചെറിയ മിസ്റ്റേക്സുകളിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ ബോണ്ട് വളരെ സ്ലോ ആയിട്ടും ഒക്കെ തന്നെ എന്താ പറയുക, ചെറിയ തരത്തിലൊക്കെ ഒരു ഷേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടങ്ങിയിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ടോ അതല്ലെങ്കിൽ ഡെയിലി നേരത്തെ രാവിലെ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വൈകിട്ടും അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ഉണ്ടായിരുന്നൊരു മെസ്സേജും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. പക്ഷെ പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നു, ഒട്ടും ഇല്ല എന്നല്ല. നിങ്ങൾ തമ്മിൽ ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ഒരു ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കുമായിരുന്നു. പറഞ്ഞാൽ ഒരാൾ റീച്ച് ഔട്ട് ചെയ്യും, മറ്റൊരാൾ പുൾ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പുഷ് പുൾ ടൈപ്പ് ഓഫ് ഒരു എനർജിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രാജുവലി വന്നത്. അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷനിലേക്ക് നയിക്കുക കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ റിലേഷൻ്റെ ഈ ഒരു എനർജി നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരാൾ സ്റ്റിൽ ഡീപ്ലി അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അയാളെ പറ്റിയുള്ള മെമ്മറീസും മറ്റുള്ളവരിലേക്ക് വിട്ടുകൊടുക്കാനും അതല്ലാതെ എനിക്ക് അയാളില്ലാതെ കഴിയില്ല എന്നൊരു സിറ്റുവേഷനിലോട്ടാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നു, പക്ഷെ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നില്ല. മനസ്സിലായോ? നിങ്ങൾക്കുള്ളതുപോലെ ഒരു ഭയങ്കര എന്താ പറയുക, നിങ്ങളെ ചിലപ്പോൾ മിസ് ചെയ്യുമ്പോൾ വിളിക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അവർക്കുണ്ടെങ്കിൽ അവർ കൺട്രോൾഡ് ആണ്. അപ്പോഴെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് എന്താ പറയുക, നല്ല രീതിയിലുള്ള കൺട്രോൾ അല്ല, അവരുടെ ഉള്ളിൽ ഈഗോ ഉണ്ട്, ഭയമുണ്ട്. അതുപോലെ തന്നെ ട്രോമ വൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയും ഞാൻ എന്നെ തന്നെ ഹേർട്ട് ചെയ്യുവാണോ എന്നൊരു സംശയവും കാര്യങ്ങളും ഒക്കെ ഈ ഒരു നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ പോലും ഈ ഒരു വ്യക്തി ലൈഫ്
ലൈഫ്, ഈ ഒരു വ്യക്തിയുടെ ലൈഫ് കുറെ കൂടെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പേഴ്സൺ. അയാൾ കുറെ കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അയാൾ അയാളുടെ റെസ്പോൺസിബിലിറ്റിയിലോട്ടൊക്കെ പോകുന്നു. അപ്പോൾ ഇൻസൈഡ് അയാളുടെ ഉള്ളിൽ ഒരുപാട് എന്താ പറയുക, ഒരു എംപ്റ്റിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾക്കും ഉണ്ട്. പക്ഷെ രണ്ടുപേരും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഹേർട്ട് വൈസ് അല്ലെങ്കിൽ സോൾ വൈസ് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ രണ്ടുപേരും വളരെയധികം പെയിൻ, പെയിൻ അതായത് വിഷമത്തോടു കൂടിയാണ് പോകുന്നത്. അപ്പൊ രാത്രികളിൽ സഡൻ ആയിട്ടുള്ള നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ പേഴ്സണെ ഓർമ്മ വരും. അതുപോലെ നിങ്ങൾ സംസാരിച്ചിരുന്ന ആ കാര്യങ്ങൾ, ചെറിയ ചെറിയ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത ആ മൊമെന്റ്, അതുപോലെ തന്നെ ഈവൻ ഒരു ചെറിയ വഴക്കുകൾ പോലും നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടി വരാറുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു റിഗ്രറ്റ് ഉണ്ട്. കുറച്ചുകൂടി ഞാൻ ക്ഷമിക്കണമായിരുന്നു എന്നൊക്കെ ഒരു ഫീലിങ്സ് ആ ഒരു പേഴ്സന്റെ ഉള്ളിലുണ്ട്. അതായത് നിങ്ങളോട് കാണിച്ചിട്ട് പോയതും എടുത്തതും ഒക്കെ ഓർത്തിട്ട് അവർക്ക് ഉള്ളിൽ ചെറിയ തരത്തിലൊരു കുറ്റബോധം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കുറച്ച് വാക്തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ ആ ഒന്ന് നിങ്ങളോട് വേദനിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ വാക്കുകളാലൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും. അപ്പൊ അത് ഞാനെന്ന് പറഞ്ഞത് കൂടിപ്പോയി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റായോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, സെൽഫ് ക്വസ്റ്റനിങ് കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സന്റെ ഉള്ളിൽ ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഇല്ലാതെ പറ്റില്ല. രാത്രികളിലും എല്ലാം നിങ്ങളുടെ മൈൻഡിലും ഒക്കെ ഈ ഒരു പേഴ്സന്റെ ഫീലിങ്സ് നല്ലതുപോലെയാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ കാര്യം പറയുമ്പോഴും കേൾക്കുമ്പോഴും എന്താ പറയുക, ഇപ്പൊ പോലും നിങ്ങൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ കണ്ണിൽ നിന്നും അറിയാതെ സങ്കടം വരാറുണ്ട്, കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട്, കരച്ചിലുകൾ വരാറുണ്ട്, അതൊക്കെ വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു ദേഷ്യമാണ്. ആ ദേഷ്യം എന്ന് നമുക്ക് പറയുമ്പോൾ അവരോടുള്ള ദേഷ്യം കൊണ്ടുള്ള ദേഷ്യമല്ല, പക്ഷെ നിങ്ങൾക്ക് സങ്കടമുണ്ട് ഉള്ളിൽ ആ ഒരു വ്യക്തി ഇങ്ങനെ കാണിച്ചത്. അപ്പൊ ആ ഒരു സങ്കടം കൊണ്ടുള്ള ഒരു ദേഷ്യം, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട്, അതായത് ഈ ആങ്കർ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ദേഷ്യം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന്, അതായത് ഞാൻ ഇത്രയും ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊടുത്തിട്ടും ഇത്രയും ഒക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടും എന്നെ കൊണ്ടാവുന്നതും എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്തിട്ടും എന്നോട് മാത്രം എങ്ങനെ കാണിച്ചു എന്നൊക്കെ തരത്തിലുള്ളൊരു ചോദ്യം, അതിലേക്ക് ഞാൻ ഇത്രയും കൊടുത്തിട്ടും എന്താണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നുള്ളൊരു ദേഷ്യവും ഇഷ്ടം കൊണ്ടുള്ള ഒരു ദേഷ്യവും ഒക്കെ കൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് ഇവിടെ ഈ കാർഡ്സിലൂടെ പറയുന്നത്. നമുക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു എനർജി, അതല്ലാതെ ഇപ്പോൾ ഉള്ള ആ ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലൈഫിൽ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ യൂണിവേഴ്സ് ലൈഫിൽ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കാർഡ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വഴി ഒരു ലെസൺ, അല്ലെങ്കിൽ എങ്ങനെ ആൾക്കാരെ എങ്ങനെയൊക്കെ വിശ്വസിക്കാം, എങ്ങനെയൊക്കെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ ഇമോഷണലി മെച്യൂർ ആകാം, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിക്കാനും നിങ്ങളുടെ ലൈഫ് ഗ്രോത്തിനും അതുപോലെ തന്നെ സോൾ ഗ്രോത്തിനും ഒക്കെ വേണ്ട തരത്തിൽ എന്തൊക്കെ ലെസൺസ് ആണോ ഇവിടുന്ന് കിട്ടുന്നത് അതെല്ലാം നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഒരു പണിഷ്മെന്റ് അല്ല എന്ന് നിങ്ങൾക്ക് ഗ്രാജുവലി തോന്നും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നിയിട്ടുണ്ട് ശരിയാണ് മാറിയെന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതായത് നിങ്ങൾക്ക് ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉള്ളിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധം വന്നതും ഇപ്പോൾ ഇങ്ങനെ ഡിസ്റ്റൻസിൽ നിൽക്കുന്നതും എല്ലാം നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് നൽകിയിട്ടൊരു ലൈഫ് ലെസൺ ആയിട്ട് തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളൊരു സംശയം എന്ന് വെച്ചാൽ, ഞാൻ ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഈ ഒരു വ്യക്തി പോയി, ഈ ഒരു വ്യക്തിക്ക് എന്നോട് സ്നേഹമുണ്ടെന്നറിയാം, പക്ഷെ ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ഇനിയും റീയൂണിയൻ പോസിബിൾ ആണോ എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുള്ളിൽ ഈ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന കാർഡ്സ് വെച്ചിട്ട് നിങ്ങൾ തമ്മിലുള്ള റീയൂണിയൻ പോസിബിൾ ആണ്, പക്ഷേ അത് സെയിം ആയിട്ടുള്ള പഴയ എനർജിയിലല്ല വരുന്നത്. മനസ്സിലായോ? അവരിനിയിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ പോലും നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾ രണ്ടുപേരും ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ടും ബെറ്റർ ആയിട്ടും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു സൈഡിൽ ഈഗോ ആണെങ്കിലും മറ്റൊരാൾക്ക് എല്ലാം ഇമോഷണലി എല്ലാം ഓപ്പൺ ചെയ്തും വിത്തൗട്ട് ഫിയറും എല്ലാ തരത്തിലും കണക്ട് ചെയ്തും
അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ട്രിഗർ ചെയ്ത് വരുന്ന നിങ്ങളുടെ ട്രോമാസ് അതെല്ലാം ഹീൽ ചെയ്തും നല്ല രീതിയിൽ, അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഹീൽഡ് അല്ലാത്ത വേർഷൻസ് ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. പക്ഷേ ഇനി നിങ്ങൾ റീയൂണിയൻ ആകുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഹീൽഡ് ആയിട്ടുള്ള വേർഷനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിളിൽ കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുമെന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നേരത്തെ ഇംബാലൻസിലും അല്ലെങ്കിൽ പ്രോബ്ലംസും ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങൾ റീജോയിൻ ചെയ്യുമ്പോൾ എല്ലാം ബാലൻസിലാവുകയും നല്ല രീതിയിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് പോവുകയും ചെയ്യും. മനസ്സിലാക്കേണ്ട ചില കാര്യം എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമുക്ക് ഇഷ്ടം മാത്രമാവില്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അപ്പോൾ ഒരു എന്താ പറയുക, മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം, ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം, ഈക്വൽ ഇമ്പോർട്ടൻസ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ ഇത് എല്ലാം രണ്ടുപേരും റെഡിയായി എല്ലാ തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലും ചെറിയ പ്രോബ്ലംസ് കാണുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ എല്ലാ തരത്തിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ നിങ്ങൾ ഇനിയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തും കണ്ടും ഒക്കെ തന്നെ പോകും. നിങ്ങളിപ്പോൾ ഒരു പേഴ്സൺ തിരിച്ചു വരുമ്പോഴും നിങ്ങൾ ഹീൽഡ് അല്ലാതെ ഇനിയും നിങ്ങളുടെ ഉള്ളിൽ ട്രിഗറിങ്, ഇപ്പോൾ ഹീലിംഗ് വേണ്ട ആൾക്കാർക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഹീൽ ചെയ്യാം. അപ്പോൾ ഹീൽഡ് അല്ലാത്ത വേർഷൻസിലുള്ളതാണെങ്കിൽ ചിലപ്പോൾ ഇനിയും യൂണിവേഴ്സൽ ലെസൺസ് തന്നു നിങ്ങൾ മനസ്സിലായി, പക്ഷെ നിങ്ങളിൽ നിന്നുള്ള അറ്റാച്ച്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ഇനിയും വിട്ടിട്ടില്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുമ്പോൾ വീണ്ടും നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. മനസ്സിലായോ? അപ്പോൾ വീണ്ടും നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഡിഫറെൻറ്റ് പാത്തിലോട്ട് പോകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ട്, ജോയിൻ ആവും, പക്ഷെ ഹീൽഡ് അല്ലാത്ത വേർഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന എന്താണോ അത് നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ട്രിഗറിങ് ആണോ കിട്ടുന്നത് നിങ്ങൾ നോക്കുക. ആ ട്രിഗറിങ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ നോക്കുക. അതല്ലാതെ നിങ്ങൾ ആ ഒരു പേഴ്സണെ കൊണ്ട് ചേഞ്ച് ചെയ്യാതെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കി അതെനിക്കുള്ള കുറ്റമാണ് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ളൊരു ട്രിഗറിങ് ആണ്, അത് ഞാൻ ചേഞ്ച് ചെയ്യണം എന്നും പറഞ്ഞ് അങ്ങനെയെങ്കിലും നിങ്ങൾ ഹീൽ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതല്ല എങ്കിൽ ഹീൽഡ് അല്ലാതെ ഇനിയും ട്രിഗറിങ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഡിഫറെൻറ്റ് പാത്തിലോട്ട് പോകാനുള്ളൊരു ചാൻസും ഇവിടെ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലോട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാതെ, ഭ്രാന്തമായി നോക്കിക്കൊണ്ടിരിക്കാതെ ഫോഴ്സ് ചെയ്തതല്ല, ചിലപ്പോൾ ചില രീതിയിൽ ബ്ലാക്ക് മാജിക്കുകൾ, മന്ത്രങ്ങൾ, പൂജകൾ ഒക്കെ ചെയ്ത് അട്രാക്ട് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടാവാം. അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഹീലിംഗ്, സെൽഫ് ഗ്രോത്ത്, അതുപോലെ തന്നെ സെൽഫ് ലവ് കാര്യങ്ങളിലോട്ട് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഹീൽഡ് ചെയ്തുകൊണ്ടുള്ളൊരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഒരു ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ, ഹീൽഡ് അല്ലാത്ത ഒരു ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അവരെ വേണം എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ ഹീൽഡ് പേഴ്സണിൽ കൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ ചില ആൾക്കാർക്ക് വേണ്ടാന്ന് തോന്നും. അതായത് അങ്ങനെയാണ് ഹീലിംഗ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഡിഫറൻസ് വരുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്നും എൻറ്റയർലി വേറൊരു ആംഗിളിൽ കൂടെ നമ്മൾ കാണാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ വരുമ്പോഴും, അതല്ലെങ്കിൽ നിങ്ങൾ ഹീൽഡ് ആയിട്ടുള്ള ഒരു വേർഷനിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണ് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, എല്ലാവരുടെയും കേസില്ല, ചില കേസിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതേപോലെ നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ള ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ടുള്ള രീതിയിലൊരു കണക്ഷനായിരുന്നു, റിയൽ ആയിട്ടുള്ള കണക്ഷനായിരുന്നു, ഫേക്കല്ലായിരുന്നു. അത് നിങ്ങൾക്ക് ഒരുപാട് പെയിൻ തന്നിട്ടുണ്ട്, നിങ്ങൾ പല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ചിലർ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മൾക്ക് ചേഞ്ചസ് തരാൻ, അത് ചീത്ത ചേഞ്ചസ് അല്ല, നല്ല രീതിയിൽ ചേഞ്ചസ് തന്ന് നമ്മളെ നല്ല രീതിയിലോട്ടൊരു ഗ്രോത്തിനോട്ട് വേണ്ടി. അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം നമ്മുടെ ഒരു ലെസണായിട്ട് നമ്മൾ കാണുക, അതിൽ നിന്ന് നമ്മൾ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും വേർതിരിച്ച് കാണുക. അങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.